ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ എങ്ങനെയാണ് ടോം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം. അതിനുവേണ്ടി നമ്മുടെ മൈനിങ് ബോട്ട് ഓപ്പൺ ആക്കുക. നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്നൊരു ഓപ്ഷൻ ആവും കാണിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ആവും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും, കണക്ട് യുവർ ടോൺ വാലറ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ വാലറ്റ് ടെലിഗ്രാം എന്നാണ്. ടെലിഗ്രാമിൽ തന്നെ വാലറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ ടോൺ കീപ്പർ വഴിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോൺ കീപ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് സൈനിങ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, അതല്ല APK വഴി ആപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേ വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും, അതിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മളിനി അത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആകുമ്പോൾ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇമ്പോർട്ട് എക്സിറ്റ് വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്രിയേറ്റ് പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു പാസ്വേഡ് നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. വീണ്ടും റീ എൻട്രി അടിച്ചിട്ട് പാസ്വേഡ് കൺഫേം ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഗെറ്റ് ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ, എനാബിൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിടുന്നതായിരിക്കും നല്ലത്. അലോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആവും വരുന്നുണ്ടാവുക. അപ്പോൾ ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ആക്കുക. അതിൽ കണക്ട് ടോൺ വാലറ്റ് ഉള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ അതിൽ ടോൺ കീപ്പർ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണക്ട് വാലറ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുമ്പോൾ അതിൽ കണക്ട് വാലറ്റ് കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് ഉണ്ടല്ലോ അതൊന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സക്സസ് എന്നുള്ളൊരു മെസ്സേജ് മേലെ വന്നിട്ടുണ്ട്. കണക്ട് ടോൺ വാലറ്റ്, നമ്മളിപ്പോൾ ടോൺ വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ക്ലോസ് അടിച്ചിട്ട് എയർ ഡ്രോപ്പിൽ പോയിട്ട് എയർ ഡ്രോപ്പ് ഓപ്പൺ ആക്കി കൊടുക്കുക. അതിൽ കണക്ട് ടോൺ വാലറ്റ് ഇപ്പോൾ ടിക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ടോൺ വാലറ്റ് എന്നുള്ള ആപ്പ് ഓൺ ആക്കുക. ഇനി ഇതിൽ ആ ബ്രോഷർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ വന്നിട്ടുണ്ട് നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ്. അപ്പോൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റോഡ് മാപ്പും കാര്യങ്ങളും കാണിക്കുന്നത് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരെയുള്ള എല്ലാ ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഹാംസ്റ്ററിൻ്റെയും അതേപോലെ ടോൺ വാലറ്റിൻ്റെയും കാര്യങ്ങൾ നമ്മളൊക്കെ ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസവും വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. നമ്മുടെ കോയിന് എപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നുള്ളതും കോയിന് എത്ര റേറ്റ് വരുന്നുള്ളതും എക്സ്ചേഞ്ചിൽ എത്ര റേറ്റുകൾ മാറ്റം വരുന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ നേരെ വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. ഇതിൽ ക്യാഷ് റിസീവ് ചെയ്യാനുള്ളതും സെൻഡ് ചെയ്യാനുള്ളതും സെല്ലും ബൈയൊക്കെ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. ക്യാഷ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ചടപടയെ വെച്ചിട്ട് നമുക്ക് നടക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയച്ചാൽ മതി. അത് ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ചാനൽ സ്ട്രൈക്ക് വന്ന് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി.